അപ്പോൾ നമുക്ക് ഒരു സൂപ്പർ ബിരിയാണി ഉണ്ടാക്കാം. ഫ്രൈഡ് ചിക്കൻ ബിരിയാണി. ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ഞാനും അമ്മച്ചിയേ ഉള്ളൂ. എപ്പോഴും ഞാനും അമ്മച്ചിയേ ഉള്ളൂ ഇങ്ങനെ വീട്ടിൽ കാണിക്കുമ്പോൾ. കാരണം ചേച്ചി ഇല്ലല്ലോ, അവളെ പോകില്ലേ. അപ്പോൾ നമ്മളിതേ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവരും കൂടെ നമുക്ക് പോകാം. നമ്മൾ ഓരോ പടിയായിട്ട് കാണിക്കാം. അപ്പോൾ ഒരു 2-3 പേർക്ക് കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ എടുത്ത് ഒരു 700 ഗ്രാമോളം എടുത്തു. ലെഗ് പീസൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്ന അമ്മച്ചിയാണ് ചെയ്യുന്നത്, രാത്രിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സൺഡേ ആയിട്ട് ചെയ്തതാണ്, ഞാൻ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി നമ്മുടെ എരിവുള്ള മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ പറഞ്ഞ മുളക് പൊടി ഇട്, പിന്നെ മല്ലിപ്പൊടി ഇട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാല, ഇതിൽ വെളുത്തുള്ളി ഇഞ്ചി കൂടെ അരട്ടി ചേർക്കണമായിരുന്നു. പിന്നെ അമ്മച്ചി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇതൊക്കെ മതി എന്ന് പറഞ്ഞു. ചേച്ചിയാണെങ്കിൽ അത് കൊണ്ടുപോകാം ഇത് കൊണ്ടുപോകാം എന്നൊക്കെ പറയാം. പക്ഷേ അമ്മച്ചി ആയതുകൊണ്ട് അമ്മച്ചിക്ക് ചിക്കനും ബീഫും ഒക്കെ ഭയങ്കര കൈ കൊണ്ട് എടുക്കാത്തുന്ന ഒരാളാണ്. അപ്പോൾ ഗരം മസാലയാണ് ഇപ്പോൾ ഇട്ടത്. അപ്പോൾ ഞാൻ അമ്മച്ചിയെ കൊണ്ടല്ലേ ചെയ്യിക്കുന്നത്, ക്രൂരകൃത്യം. അപ്പോൾ അതുകൊണ്ട് കറിവേപ്പിലയും വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നമ്മളിതൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെച്ച്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇളക്കി അമ്മച്ചി വയ്ക്കണം. അപ്പോൾ ഞാൻ അമ്മച്ചി തുറമ്പോൾ അമ്മച്ചി പറയണം ഇതിന് മേലെ ആവർത്തിക്കരുത്, എന്നെക്കൊണ്ട് ഇളക്കിപ്പിക്കുന്നതെന്ന് എന്നൊക്കെ പറയണം കേട്ടോ. ഇന്നത്തേക്ക് ഞാൻ ചെയ്തു തരാം, ഇതൊന്നും എനിക്കിഷ്ടമുള്ള ജോലിയല്ല, എന്നെക്കൊണ്ട് ഇതൊന്നും നിങ്ങൾ ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എനിക്കിത് വീഡിയോ എടുക്കാൻ വേണ്ടിയില്ലേ, നിങ്ങൾ പോട്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ അരിയെടുത്ത്, നല്ല വലിയ അരിയാണേ, ബസ്മതി റൈസ്. അപ്പോൾ നമ്മൾ എന്നിട്ട് അത് ഒരു 1.5 നാഴി എടുത്ത്. കാരണം ഇതിപ്പോൾ നാളെ കുക്കറി വെച്ചിട്ട് കൊണ്ടുപോവാം, അവിടെ കൊണ്ടുപോയി ചേച്ചിയും പിന്നെ എല്ലാവരും കഴിക്കാൻ വിചാരിച്ചു. എന്നിട്ട് ഞാൻ നേരത്തെ സ്നാക്സ് ഉണ്ടാക്കിയായിരുന്നു, അത് വീഡിയോ എടുത്തില്ല. അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കിയ അതൊരു നല്ല സ്നാക്സ് ആയിരുന്നു കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. ആ വെളിച്ചെണ്ണ ഞാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ 2 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് പൊരിക്കായിട്ട് കൊടുക്കുകയാണ് കേട്ടോ, ആ വെളിച്ചെണ്ണയിൽ. എന്നിട്ട് അത് പൊരിച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അതിനിങ്ങനെ മൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് വെട്ടിക്കുകയാണ് കേട്ടോ, ക്ഷമിക്കണേ. നമുക്ക് നട്ട്സാണ്, അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കും, നട്ട്സ് ഇട്ട് കൊടുത്തു. ഇവിടെ മുന്തിരിയൊന്നും ഇല്ലായിരുന്നു, അണ്ടിപ്പരിപ്പ് മേടിപ്പിച്ചു. മുന്തിരിയൊന്നും മേടിച്ചില്ല, മല്ലിയില മേടിച്ചില്ല, പുതിനയില മേടിച്ചില്ല. രാത്രി കഴിക്കാനാണ് ഇത്, മടുപ്പുണ്ടാക്കും. അതുകൊണ്ട് മസാലയൊക്കെ കുറച്ചാണ് ഇട്ടേക്കുന്നത്. ഇനി ആ എണ്ണ അതിനെ കോരി വെച്ച് ഇട്ട് ചിക്കൻ ഫ്രിഡ്ജിൽ ഇരുന്ന് എടുത്തുകൊണ്ട് വന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞ അമ്മച്ചിയുടെ കോരി ഇടണം. അടുപ്പ് താഴെ ആയിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതിപ്പോൾ മോഡലല്ലേ, ഇപ്പോൾ ഈ വീഡിയോ എടുക്കണ്ടേ. അപ്പോൾ സ്റ്റാൻഡുണ്ട്, ഞാൻ സ്റ്റാൻഡ് എടുത്തില്ല, ഞാൻ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് രാത്രി ബിരിയാണി തിന്നണമെന്ന് മോഹദിച്ചാൽ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ, നമുക്ക് മേടിച്ചിട്ട്, നോമ്പൊക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാക്കച്ചിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ബിരിയാണിയുടെ ബിരിയാണി ലവറല്ല, എനിക്ക് ബിരിയാണി അത്ര പോരാ. എന്നിട്ട് നമ്മൾ വെള്ളം വെച്ച് കൊടുത്ത്, വെള്ളത്തിൽ പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ഇട്ടിട്ടു. സ്ഥിരം നമ്മൾ കാണിക്കുന്നതിൽ വെള്ളം ചൂടായപ്പോൾ വേറൊരു പാത്രത്തിലാണ് വെച്ച് കൊടുത്തത്. ഇപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രമല്ല കേട്ടോ. എന്നിട്ട് ഞാൻ മറ്റൊരു പറഞ്ഞ അമ്മ സവാളയും ബീൻസും പച്ചമുളകും കൂടെ അരിയാൻ പറഞ്ഞു. പച്ചമുളക് 5 എണ്ണം, സാമ്പാർ മുളക് നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന അരിയാൻ പറഞ്ഞു. അമ്മയ്ക്ക് 5 കൂടെ അധികം ഇട്ട് കൊടുത്തു കേട്ടോ. അത് ഞാൻ അറിഞ്ഞില്ല, പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. ഓൾറെഡി ഇത് പൊരിയാണ്. അപ്പോഴാണ് പറഞ്ഞത് എല്ലാം കൂടെ അതിൽ ഇട്ടു. ഞാൻ പറഞ്ഞു അയ്യോ അതിൽ കൂടിപ്പോയല്ലേ, ഇനിയിപ്പോൾ എന്തോന്ന് ചെയ്യും. എന്തായാലും അരി ഇട്ട് കൊടുത്തു. നമുക്ക് അരി ഒരു 1/2 മണിക്കൂർ കൂടുതൽ കുതിർക്കാൻ പറ്റിയ ഒരു 6-7 വെള്ളം കഴുകി കുതിർക്കാൻ പറ്റിയതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാൻ ബിരിയാണിയൊക്കെ, ഇവിടെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്യും. ഞാൻ രാത്രിയിൽ ഇത് സ്ഥിരം കാണിക്കുന്നതായതുകൊണ്ട് ഇതൊരു വലിയ കഥയൊന്നുമല്ല, രാത്രി ബിരിയാണി വെച്ച് തിന്നുന്ന ഒരു വീഡിയോ ഒന്ന് എടുത്തിരിക്കണം. അപ്പോൾ എന്താണ് സത്യം പറഞ്ഞാൽ ഈ നോമ്പ് സമയത്ത് നോൺ വെജിൽ ഫ്രൈ ചെയ്തത് അങ്ങനെയൊക്കെ ഒഴിവാക്കണം എന്നാണ്. അപ്പോൾ കാക്കച്ചിക്ക് എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെയൊന്നും കഴിച്ചുകൂടാ, ഇത് കഴിച്ചുകൂടാ, അത് കഴിച്ചുകൂടാ എന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇന്നും പറഞ്ഞു കൊടുക്കട്ടെ കാക്കച്ചിരുത്ത്. ഈ ഓരോരുത്തരുടെയും തീന്മേശ കാണുമ്പോൾ അവർ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു വ്രതം എടുക്കേണ്ട ആവശ്യമില്ല. പ്രകാശം വന്ന് അടിക്കുന്നത് കൊണ്ടും ഇവിടെ ഒരു ക്ലിയർ ഇല്ലാത്തത് കൊണ്ടും ഞാൻ അധികം പറയുന്നില്ല. ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ വീൽ ചെയറിൻ്റെ ജോയ്സ്റ്റിക്കിൽ ചൂടടിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു മറ്റേ നമ്മൾ
ഈ പിടിച്ചെടുക്കുന്ന തുണി എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ, ഒന്നും തോന്നല്ലേ. പിന്നെ എന്താ, വളരെ ഹെൽത്തിയൊന്നും അല്ലെങ്കിലും പലപ്പോഴും ഇവിടെ ഇതൊക്കെ ആവാം. അപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ നമുക്ക് ഇതിനനുസരിച്ചിട്ടുള്ള പാത്രമില്ല. നമ്മളിപ്പോൾ ചെറിയ അളവിലുണ്ടാക്കുന്ന ഇത്തിരി വലിയ അളവിലുള്ള പാത്രമുണ്ട്, ഇതിനനുസരിച്ചിട്ടുള്ള പാത്രമില്ല. അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. എല്ലാവരും വായോ. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആയി വരികയാണ് കേട്ടോ, തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം നമ്മളെന്ത് ചെയ്യണം, നമ്മൾക്ക് പറ്റുന്നത് ചെയ്യണം, അല്ലാതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വയറ് കളയാൻ വേണ്ടിയിട്ടായിരിക്കരുത് നോമ്പ്. എന്താണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മളിപ്പോൾ വർഷങ്ങളോളം പഠിക്കുകയൊന്നും വേണ്ട. അത് നമ്മൾ വർഷങ്ങളോളം അതൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും വിചാരിക്കും ഓരോരുത്തരുടെയും തെറ്റും ശരിയും അളക്കുന്നത് പടച്ചവനാണ്. തെറ്റും ശരിയും, ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലം എനിക്ക് മാത്രമാണ്. അത് മറ്റൊരാൾ അതിൽ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഞാൻ കണക്ക് പറയേണ്ടത് പടച്ചവനോട് മാത്രമാണ്. ഞാനും പടച്ചവനും തമ്മിലുള്ള അന്തർധാരയാണ്. നമ്മളത് തീർത്തോളാം എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അതിലേക്ക് പച്ചളവും കോരിയിട്ട് 2-3 സവാളയും ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി. ഇപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ നമ്മുടെ മനസാക്ഷി തെറ്റ് പറയരുത്, ഒരു മനുഷ്യനെയും ദ്രോഹിക്കരുത്, ഒരു മനുഷ്യനെതിരെ അപവാദം പറയരുത്, ഇല്ലായ്മയുള്ള മനുഷ്യൻ്റെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കരുത്. എന്താണ് ഓരോരുത്തരുടെ ജീവിതമെന്ന് നമുക്കറിയത്തില്ല. ഇവിടെ പലരും ധരിക്കുന്നത് ഞാനാണ് ശരി എന്നാണ്. ഒരിക്കലും അല്ല കേട്ടോ. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം നാമധാരികൾ മാത്രമാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്, ഹിന്ദുക്കൾക്ക് അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റു മതക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊന്നുമല്ല. നോമ്പ് ഒരു നല്ല കാര്യമാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ ഒരു മാസം വർജിക്കുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ഒരു സമയം. അത് അങ്ങനെയാണല്ലോ, വൈകുന്നേരം എല്ലാം കഴിക്കാമെന്നല്ലല്ലോ. അപ്പോൾ തക്കാളി 1.5 തക്കാളി, വലിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതിനെ അടച്ചിട്ടൊന്ന് മൊരിച്ച് എടുക്കണം. സവാളയൊക്കെ മൊരിഞ്ഞ് വരികയും ചെയ്യും. ഒരു സൂപ്പർ ഫ്രൈഡ് ചിക്കൻ മസാലയാക്കി അത് മാറ്റാനാണ് കേട്ടോ. അരി അവിടെ വേവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിൻ്റെ സാരാംശങ്ങളൊക്കെ പലരും വിചാരിക്കും ഇവർക്ക് എന്തറിയാമെന്ന്. എനിക്കറിയാം. ഞാനും പടച്ചവനും തമ്മിൽ ഭയങ്കര കൂട്ടാണ്. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഈ കളറായുള്ള കേട്ടോ, എരിവൊന്നുമില്ല. എരിവ് കൂടുതൽ ആവുകയും അരുത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ടൊന്ന് ഇളക്കി വെച്ച് നല്ല ഒരു മണമൊക്കെ ആയിരുന്നേ. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിഞ്ഞില്ല, മസാല ചേർത്തിട്ടില്ല മറ്റൊന്നും. മസാല ചേർക്കരുതെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം രാത്രി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അത്താഴത്തിന് കഴിക്കുമ്പോൾ, നോമ്പിന് അത്താഴത്തിനൊക്കെ കഴിക്കുമ്പോൾ ഒരു കാരണവശാലും മസാലയൊന്നും കുത്തലുണ്ടാവരുത്. കഴിക്കാൻ പറ്റില്ല രാവിലെയൊന്നും, അല്ലെങ്കിൽ രാത്രി ഒക്കെ കഴിക്കുമ്പോൾ കഴിക്കാൻ പറ്റില്ല. എന്നിട്ട് നമ്മുടെ അരിയിൽ വെള്ളം തന്നെ ഒരു 1.5 തവി ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യും. ഈ പെണ്ണിന് ഇത് എന്താണെന്നൊക്കെ കരുതും ആരെങ്കിലുമൊക്കെ. ഇങ്ങനെയാണ് ഉണ്ടാക്കാനുള്ളത്, ഇതാണ് പെർഫെക്റ്റ് ടേസ്റ്റ് എന്നൊന്നുമല്ല. നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ, എനിക്കും കൂടെ ഉണ്ടാക്കി തായോ. അപ്പോൾ ചിക്കന് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അരി 85-90% വെന്ത് അതിനെടുത്ത് അത് നമ്മൾ ഒരു കുരുമുളക് എല്ലാം ഇട്ടിട്ടുണ്ട്. അതാണ് ചോറ് കിടക്കുന്നത്. അതിനെടുത്തവിടെ ഊറ്റി വെച്ചിട്ട് ചിക്കൻ ഇവിടെ മസാലയാക്കി. എന്നിട്ട് ആ പാത്രം തന്നെ എടുത്ത് ആ പാത്രത്തിലോട്ട് അരി വെന്ത പാത്രത്തിൽ തന്നെ ഇതിനെ നിരത്തി വെച്ച് ചിക്കൻ മസാല, എന്നിട്ട് അടുപ്പിൽ വെച്ച് ചെറിയ തീ വെച്ച്, എന്നിട്ട് ഇതിലേക്ക് ചോറ് ഇങ്ങനെ തട്ടി ഇങ്ങനെ നീക്കിയിട്ട് കൊടുത്തിട്ട് എൻ്റെ പെണ്ണോ ഇന്ന് ഭയങ്കര ചൂടായിരുന്നില്ലേ? ഭയങ്കര ചൂടായിരുന്നു. നിലമേലൊക്കെ എൻ്റെ പൊന്നോ അതിഭീകര ചൂടായിരുന്നു കേട്ടോ. അവിടെ തന്നെ ഒരാളൊന്ന് കടയിൽ വന്നിട്ട് എന്ത് ചൂടാണല്ലേ ഇവിടെ, ഭയങ്കര ചൂടാണല്ലേ എന്നൊക്കെ ചോദിച്ചു. വീഡിയോ ഒക്കെ കാണുന്ന ആളാണ്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ് കുഞ്ഞേ, നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മല്ലിയിലൊന്നും ഇല്ലായിരുന്നു. അതേപോലെ ഞാൻ മറന്നു പോയാണ് കേട്ടോ. വലിയ വായ്ത്താളമൊക്കെ അടിച്ച് ഇല്ലാഞ്ഞിട്ടാണ്, ഞാൻ മറന്നും പോയി. മല്ലിയില എടുത്താൽ നല്ലതല്ലേ, മല്ലിയില മറന്നുപോയി. എന്നിട്ട് സവാളയും കറിവേപ്പിലയും അണ്ടിപ്പരിപ്പും കൂടെ മൂപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് ഈ ബിരിയാണി കഴിക്കുമ്പോൾ എൻ്റെ വീട്ടിലെ പിള്ളേരെ മിസ് ചെയ്യും കേട്ടോ. അവർക്ക് കൊടുക്കാതെ എനിക്ക് പറ്റത്തില്ല. എനിക്ക് അങ്ങനെ ഉണ്ട്, പിള്ളേർക്ക് കൊടുക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര അതാണ്. പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ബിരിയാണിയുമായിട്ട്
പൂർണ്ണശ്ശേരിയിലേക്ക് വന്നു. അവിടെ എന്താ? 2, 3, 4, 5 മണിക്കൂർ ദം ബിരിയാണി. മല്ലിയിലയൊന്നുമില്ല, വേറെ രീതിയിലുള്ള ഒരു ബിരിയാണി. ഫ്രൈഡ് ചിക്കൻ ബിരിയാണി. ആദ്യം ഒരു മുട്ട. ഓക്കെ, അടിയിലാണ് മസാല കേട്ടോ. ചിക്കൻ ഫ്രൈഡ്, കാല്, ലെഗ് പീസ് കുറച്ച്. പോളി മാസാണ് കേട്ടോ. ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ പൊക്കി പറയാണ്. ടടെങ് ടടെങ് ടടെങ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ലൈറ്റ് വന്നടിക്കുന്നു. ഇതാർക്കായിരിക്കും ഈ കോരി നിറയ്ക്കുന്നത്? സവോള. അച്ചാറ് വേണ്ട, രാത്രി ആയതുകൊണ്ടല്ലേ. കടുത്തു പോയില്ലേ എന്നൊരു സംശയം. പീസ അതിനകത്ത്. ഹായ്, എവിടെ സാധനം എല്ലാം കാണുന്നില്ലല്ലോ. ദം ബിരിയാണി മസാല. കഴിക്കട്ടെ, എന്നാലേ പറയാൻ പറ്റുള്ളൂ. സൂപ്പറാണ് കേട്ടാ, അടിപൊളിയാണ്. ഉള്ളിയില്ലാത്തൊരു പരിപാടിയില്ല നമുക്ക് കേട്ടോ. പ്രത്യേകിച്ച് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഉള്ളി നിർബന്ധമാണ്. കൊള്ളാം. ചോറ് സൂപ്പർ, ചിക്കനും ഗ്രാൻഡ്. എരിവൊന്നുമില്ല. എരിവ് കുറച്ച്, മസാല ഇല്ലാതെ. മസാല ഒട്ടുമില്ല, റെസിപ്പി ഉണ്ട് കൂടെ. മുട്ടയുണ്ട്. സൂപ്പറാണ്. അപ്പം ഇതേപോലെ എല്ലാവരും ബിരിയാണി ഉണ്ടാക്കി നോക്കും. ഗ്രാൻഡ് ഐറ്റം. എല്ലാവരും വരൂ.